അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചത്. 47-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു എന്നാണ്. ദൈവജനത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതും അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതുമായ തിരുവചന ഭാഗമാണ് 47-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 47-ന്റെ 4-ൽ അവൻ ഇപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു എന്നുള്ളതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ പദം നാം വളരെ ശ്രദ്ധയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നാം പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു ഉത്തേജനവും നമ്മുടെ ആത്മീക ജീവിതത്തിൽ കുറച്ചുകൂടെ ഉറപ്പ് നൽകുന്നതായ ദൈവത്തിൻ്റെ തിരുവചനമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. ദൈവം നോക്കണമേ, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. എനിക്ക് എൻ്റെ അവകാശത്തെ തിരഞ്ഞെടുത്തു തരുന്നവനായ ദൈവം. ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ദൈവമക്കൾക്ക് ദൈവത്തിലുള്ളതായ ഒരു പ്രത്യേകത, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അവൻ്റെ ഒരു കരുതലുണ്ട് എന്ന് എല്ലാ കാലത്തെയും ദൈവജനം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഉള്ള അവകാശത്തെ, നിങ്ങളുടെ അവകാശത്തെ, ദൈവം നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അവകാശത്തെ, ആ അവകാശത്തെ നിങ്ങൾക്ക് മാത്രമായി തരുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം അതാ പറയുന്നത്, നിങ്ങളുടെ അവകാശമെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുന്ന ദൈവമല്ല, പിന്നെയോ അവൻ തൻ്റെ അവകാശം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ അവകാശം, ആ അവകാശത്തെ നിങ്ങൾക്കായി നൽകുന്ന ഒരു ദൈവമാണ്. അത് ദൈവത്തിൻ്റെ പ്രോമിസ്, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവൻ വാക്കുമാറുന്ന ദൈവമല്ല, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും പറഞ്ഞ വാഗ്ദത്തങ്ങളെ മാറ്റി പറയുന്ന ദൈവമല്ല. ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ, ഇന്ന് പകൽക്കാലം ആ ദൈവിക വാഗ്ദത്തങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതതിൻ്റെ നിലകളിൽ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം. നോക്കിക്കാട്ടെ, വചനം ഇപ്രകാരം പറയുന്നു, അവൻ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് പറയുവാൻ കഴിയും. അവൻ നമുക്ക്, അവൻ എനിക്ക്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ അവകാശത്തെ, വേറെ ആരുടെയും അവകാശമല്ല, എനിക്കുള്ള അവകാശത്തെ വളരെ പേഴ്സണലായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ, വേറൊരാളുടെ അവകാശമല്ല, വേറൊരാൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നതല്ല, നിനക്ക് വേണ്ടി ദൈവം നിനക്കായി തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്, ചില അനുഗ്രഹങ്ങളുണ്ട്. അത് നിനക്കായിട്ട് മാത്രം നൽകുന്ന ദൈവമാണ്. അല്ലാതെ നിന്റെ അവകാശത്തെ എടുത്ത്, നിന്റെ ഓഹരിയെ എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല. എനിക്ക് വേണ്ടി എന്നോടുള്ളതായ വാഗ്ദത്തം അത് എന്നിൽ കൂടെ മാത്രം നിവർത്തീകരിക്കും. എനിക്ക് കരുതിയിട്ടുള്ളതായ ഓഹരി അവൻ എനിക്ക് മാത്രം തരുന്ന ദൈവമാണ്. അതാണ് സങ്കീർത്തനക്കാരൻ 16-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണല്ലോ പറയുന്നത്, എൻ്റെ അവകാശത്തിൻ്റെയും
പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. എന്നിട്ട് അടുത്തത് ദാവീദ് പറയുക, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു, നീ അവനുള്ള ഓഹരിയെ പരിപാലിക്കുന്നു എന്നല്ല സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, എൻ്റെ അവകാശം, എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് ആരാകുന്നു? യഹോവയാകുന്നു. അവൻ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവം, പ്രൈസ് ദി ലോർഡ്, സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിലൂടെ പറയുകയാ, അവൻ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്ന ദൈവമാണ്. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ രക്ഷ എന്നുള്ളത് വ്യക്തിപരമാ. ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തി ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതത്തോട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ നിനക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്ന ദൈവമാണ്. അല്ലാതെ എനിക്കുള്ളതായ ഓഹരി എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് ആ സ്വഭാവമില്ല. മനുഷ്യനാണ് പലപ്പോഴും വേറൊരാൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യം അവരിൽ എന്തെങ്കിലും കുറവശങ്ങൾ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് സംഭവിച്ചാൽ അവനോട് പറഞ്ഞ പ്രോമിസ് പാലിക്കാതെ അവനോട് പറഞ്ഞ കാര്യം വേറൊരാൾക്ക് എടുത്തു കൊടുക്കുന്നത് മാനുഷിക സ്വഭാവമാ. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത, അവൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നുള്ളതാണ്, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനക്കാരൻ കർത്താവായ യേശുവിന്റെ സ്വഭാവത്തെ പറ്റി പറയുന്നു, അവൻ ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവമാണ്. അൺചേഞ്ചബിൾ ഗോഡാണ്. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത നിവർത്തീകരണം സംഭവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ നമുക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടിയുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ പത്രോസ് ഇപ്രകാരം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള അവകാശം എന്നവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവിടെ നമുക്കതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. 1:4 പറയുന്നത്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം ഏതുമില്ലാത്ത അവകാശത്തിനായി ദൈവവചന പ്രകാരം വീണ്ടും ജനിച്ചവരാണ് പുതിയ നിയമവിശ്വാസികൾ. അപ്പം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടാവും. നമുക്കും നമ്മുടെ ഒരു ഓഹരി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. നമുക്കൊരവകാശമുണ്ട് ദൈവസന്നിധിയിൽ. ദൈവ മക്കൾ എന്ന രൂപത്തിൽ നമുക്കൊരവകാശമുണ്ട്. നമ്മുടെ അവകാശം, എനിക്കുള്ള അവകാശം, എൻ്റെ അവകാശത്തെ വേറൊരാൾക്ക് കൊടുക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്കറിയാമല്ലോ, അബ്രഹാമിനെ ദൈവം വിളിച്ചു, അവന് ദൈവം വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്ത നിവർത്തീകരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ അവനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് അവനോടും അവന്റെ തലമുറകളോടും ദൈവം നിവർത്തിക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ അവകാശത്തെ നമുക്ക് തിരഞ്ഞെടുത്തു തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭാരപ്പെടേണ്ട കാര്യമില്ല, വേദനപ്പെടേണ്ട കാര്യമില്ല. കർത്താവിനെ സേവിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ലജ്ജ മൂടുമെന്ന് നീ വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്ഥിതിഗതികൾ മാറത്തില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ആരും സഹായിപ്പാൻ ഇല്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവ വചനപ്രകാരം ഞാൻ പറയട്ടെ, അവൻ നമുക്ക് വേണ്ടിയുള്ള ഓഹരിയെ പരിപാലിക്കുന്ന ദൈവമാണ്.
There is an inheritance waiting for you. നിങ്ങൾക്കൊരവകാശമുണ്ട്. നിങ്ങളുടെ അവകാശം കിടക്കുന്നത് അത് ദൈവത്തിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓഹരി പരിപാലിക്കുന്നത് യഹോവയാം ദൈവമാണെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉള്ളിൽ നിന്ന് സകല നിരാശകളും മാറിപ്പോകണം. ഈ ലോകത്തിൽ നമുക്കൊരവകാശമില്ലെങ്കിലും ദൈവത്തിൽ നിനക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒരു പക്ഷേ നിനക്ക് അവകാശപ്പെട്ടത് മറ്റുള്ളവർ തട്ടിയെടുത്തെന്നിരിക്കാം. ഈ ലോകത്തിൽ ഒരു പക്ഷേ നിനക്കുള്ള ഓഹരിയെ മറ്റുള്ളവർ തട്ടിയെടുത്ത സുശേഷ വേലക്കാരൻ എന്ന് പറഞ്ഞ് നിന്നെ തള്ളി, നിന്റെ വീട്ടുകാർ നിന്നെ ത്യജിച്ച നിന്റെ ഓഹരി വേറൊരാളുടെ കയ്യിൽ അകപ്പെട്ടാൽ നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ഓഹരി കരുതിയിട്ടുണ്ട്. നിന്റെ അവകാശം കരുതുന്ന ഒരു വലിയവനായിരിക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഭാരപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും ഈ ലോകത്തിൽ അവകാശം പ്രാപിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ലഭിക്കാതിരിക്കുമ്പോൾ, പലപ്പോഴും നമ്മുടെ ഓഹരി ശത്രു മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മെ ഒന്നുമില്ലാത്തവനാക്കുമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, നിനക്ക് വേണ്ടി ദൈവം നല്ലതൊന്നും മുൻകരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 47-ാം സങ്കീർത്തനക്കാരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ വാക്യം. വീണ്ടും വീണ്ടും ഞാൻ വായിക്കുന്നതിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അർത്ഥം ഇതാണ്. അതെന്നെ ഒത്തിരി എൻകറേജ് ചെയ്യുന്നു. അവൻ എനിക്ക് വേണ്ടിയുള്ളതായ ഓഹരിയെ പരിപാലിക്കുന്ന ദൈവമാണ്. നോക്കണമേ, അബ്രഹാമിനെ ദൈവം വിളിച്ചു. ദൈവം വിളിക്കുമ്പോൾ തന്നെ അബ്രഹാമിനു വേണ്ടിയുള്ളതായ ഒരു കരുതൽ ദൈവത്തിനുണ്ടായിരുന്നു. മോശയെ ദൈവം വിളിച്ചു. മോശയ്ക്ക് വേണ്ടി ഒരു കരുതൽ ദൈവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. യോശുവയെ കുറിച്ച് ദൈവത്തിനൊരു കരുതൽ ഉണ്ടായിരുന്നു. ഇസ്രയേലിൽ എത്ര രാജാക്കന്മാർ വന്നു, അവരെ എല്ലാം കുറിച്ച് ദൈവത്തിനൊരു കരുതൽ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പറ്റി ദൈവത്തിനൊരു കരുതൽ ഉണ്ടായിരുന്നു. എന്തു നേടുമെന്ന് ചോദിച്ച പത്രോസിനെ പറ്റി ദൈവത്തിനൊരു കരുതൽ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, പ്രൈസ് ടാക്സ് കൊടുക്കുവാനായിട്ട് ഹല്ലേലൂയ പത്രോസിനോട് പറഞ്ഞു, നീ ചൂണ്ടലെടുത്തു കൊണ്ടുപോയി കടലിലിടുക, ആദ്യം കിട്ടുന്നതായ മത്സ്യത്തെ ഹല്ലേലൂയ അതിനെ എടുക്കുക, അതിനകത്ത് ഹല്ലേലൂയ അവനും കർത്താവിനും വേണ്ടി ടാക്സ് കൊടുക്കുവാൻ ടാക്സിന്റെ പണം കരുതിയ ഒരു വലിയവനായിരിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു കരുതലുണ്ട്. ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു കരുതലുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ നമുക്കൊരു ഓഹരിയുണ്ടെന്ന്, ദൈവത്തിൻ്റെ പക്കൽ നമുക്കൊരു ഓഹരിയുണ്ടെന്ന്, ദൈവത്തിൻ്റെ പക്കൽ നമുക്കൊരു കരുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കണം. ലോകം കരുതിയതുപോലെയല്ല. ഹല്ലേലൂയ. നമുക്ക് ദൈവം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചോ, ഒരിക്കലും അല്ല കുഞ്ഞേ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടില്ല എന്ന് വാക്കു മാറ്റി പറയുന്നവനല്ല വലിയവനായിരിക്കുന്ന ദൈവം. അവൻ്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ഹല്ലേലൂയ അധികം താമസമില്ലാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഈ വിശുദ്ധ പകൽക്കാലം ഹല്ലേലൂയ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? പലപ്പോഴും പിശാചു വന്ന് നിന്നോട് പറഞ്ഞില്ലേ, നിന്റെ മാതാപിതാക്കന്മാർ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്നെ സഹായിക്കേണ്ടവർ, നിനക്ക് വേണ്ടി കരുതേണ്ടവർ നിനക്ക് വേണ്ടി ഒന്നും കരുതിയില്ല. നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകും. മറ്റുള്ളവരൊക്കെയും പലതും നേടുമ്പോൾ നീ മാത്രം ഇതുവരെ ഒന്നും നേടിയിട്ടില്ലെന്ന് പറഞ്ഞ് പിശാച് നിന്റെ കർണപുടങ്ങളിൽ അവിശ്വാസത്തിന്റെ ശബ്ദമിടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനോട് പറ, ആ സാത്താന്യ ശബ്ദത്തോട് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടെന്ന്.
എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടെന്ന്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അവകാശം കരുതുന്നുണ്ടെന്ന്, എൻ്റെ ദൈവത്തിൻ്റെ അവകാശം, എൻ്റെ ദൈവം കരുതിയ അവകാശം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ഓഹരി അതെൻ്റെ കൈകൾ തന്നെ എത്തിച്ചേരുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടെ പറ. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നിന്റെ അവകാശത്തെ എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മാനുഷികമായി നിനക്ക് അവകാശമില്ലെങ്കിൽ, മാനുഷികമായി ലഭിക്കേണ്ടത് നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, കുഞ്ഞെ ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, നിനക്ക് വേണ്ടി മാനുഷിക കരം നിനക്ക് വേണ്ടി കുടുംബ സ്വത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു സ്വത്ത് നിനക്ക് വേണ്ടിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുതൽ നിനക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒരു നിമിഷം നാം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പറയാ, കർത്താവിനോട് പറ, ഇന്ന് പകൽക്കാലം എൻ്റെ അവകാശത്തിൻ്റെ പങ്ക് നീ ആയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നവൻ നീ ആയതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറ. പിശാച് പലപ്പോഴും കർണപുടങ്ങളിൽ വന്നിട്ട് പറഞ്ഞില്ലേ, നിനക്ക് ലഭിക്കേണ്ടത് ഞാൻ ഹല്ലേലൂയ അവരെ കൊണ്ട് നിനക്ക് തരിപ്പിക്കത്തില്ല, നീ ഒന്നും നേടത്തില്ല, നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു പോകുമെന്ന് പറഞ്ഞ് നിന്റെ കർണപുടങ്ങളിൽ സാത്താൻ വന്ന അവിശ്വാസത്തിൻ്റെ ശബ്ദം മുഴക്കിയപ്പോൾ ഇന്ന് പകൽക്കാലം അതിനെ ശാസിച്ചിട്ട് നീ പറ, അല്ല, യഹോവയാകുന്ന ദൈവം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ എനിക്കൊരു ഓഹരിയെ പരിപാലിക്കുന്നുണ്ട്. അവൻ്റെ ഹല്ലേലൂയ എൻ്റെ അവകാശത്തെ എനിക്ക് തരുന്ന ദൈവമാണെന്ന് പറ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് നീ ആകുകയാൽ നിനക്ക് നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ വചനം ശ്രവിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ശത്രു എന്തെങ്കിലും അവർക്കെതിരെ തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസൽ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, അവകാശങ്ങൾ മടങ്ങി വരട്ടെ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.